ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്ന നാണയം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ഭരണകാലത്ത് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഒരു 8 അണ നാണയമാണ്. നമ്മൾ സാധാരണ 1, 2, 5, 10 എന്നിങ്ങനെയാണ് നാണയങ്ങൾ കണ്ടിട്ടുള്ളത്. അതായത് എന്നീ നമ്പറുകളൊക്കെ വെച്ചിട്ടാണ് നാണയങ്ങൾ സാധാരണ വരുന്നത്. ഇതുപോലെ 8, 4 അങ്ങനെയൊന്നും നാണയങ്ങൾ ഒത്തിരി ഒന്നും ഇറങ്ങിയിട്ടില്ല. വളരെ അപൂർവം നാണയങ്ങളേ ഉള്ളൂ അങ്ങനത്തെ സംഖ്യകൾ വെച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പം ആ ഒരു കൂട്ടത്തിൽപ്പെടുന്നതും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മാർക്കറ്റ് വാല്യൂയും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ ഭരണകാലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ട സമയമാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരിയായ ജോർജ് അഞ്ചാമൻ്റെ ചിത്രം വെച്ചിട്ടുള്ള ഈ ഒരു നാണയവും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയേണ്ട അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും ഇതിന് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർഷം എന്ന് പറയുന്നത് ഏകദേശം 1919 മുതൽ 1920 ഈ 2 വർഷത്തിലെ ഈ നാണയങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റൽ എന്ന് പറയുന്നത് കോപ്പർ നിക്കലാണ്. അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈസ് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 26 mm ആണ്. ഈ കോയിൻ ഹോൾഡേഴ്സും കാര്യങ്ങളും മേടിക്കുമ്പം ഒരു 2 ഇത് കൂട്ടിയേ മേടിക്കാറുള്ളൂ. ഇപ്പോൾ 26 mm ആ കോയിനെങ്കിൽ ഒരു 28 അല്ലെങ്കിൽ 30 ഒക്കെ മേടിക്കുക. അതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ ഏകദേശം ആ ഒരു സൈസിൽ കോയിൻ ഹോൾഡർ മേടിക്കുന്നതായിരിക്കും നല്ലത്. അത് നമുക്ക് സ്ഥിരം ഉപയോഗിക്കുന്നവർക്ക് ആ കാര്യം മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു നാണയവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂയും കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാണണം, തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കാണണം. പക്ഷേ ഒരു കാര്യം അതിനു മുമ്പ് പറയുവാണ്, ഇതൊക്കെ ഏകദേശം ഒരു വാല്യൂയും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ വർഷം. അതിൻ്റെ നമ്മളിവിടെ VF, XF, UNC എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ F എന്ന് പറയുന്ന ഫൈൻ കണ്ടീഷനെയാണ്, VF എന്ന് പറയുന്നത് വെരി ഫൈൻ കണ്ടീഷൻ, XF എന്ന് പറയുന്നത് എക്സ്ട്രാ ഫൈൻ, UNC എന്ന് പറഞ്ഞാൽ അൺസർക്കുലേറ്റഡ് എന്നാണ്. ഇപ്പോൾ മിൻറ്റിൻ്റെ താഴെ നമ്മൾ BCB എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കൊടുക്കാത്തതാണ്, നമുക്കത് എഴുതാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് BCB എന്ന് പറയുന്നത്. അതിൻ്റെ എന്താണ് B ബോംബെ, എന്താണ് C കൽക്കത്ത എന്ന് കൊടുത്തിട്ടുണ്ട്. കൽക്കത്തയുടെ മിൻറ്റ് മാർക്കും കാര്യങ്ങളും അവിടെ എന്താണെന്നുള്ള കൊടുത്തിട്ടുണ്ട്. കൽക്കത്തയ്ക്ക് നോ മിൻറ്റ് മാർക്ക്, അതായത് മിൻറ്റ് മാർക്ക് ഇല്ലാതെ വരുന്ന നാണയങ്ങളാണ് കൊൽക്കത്തയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ Bയിലാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങൾ ഒന്ന് വ്യക്തമായിട്ട് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് അറിയേണ്ട ഈ ഒരു നാണയമായിട്ട് അറിയേണ്ട എല്ലാ കാര്യവും നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 1919 ഇറങ്ങിയ നാണയമാണെങ്കിൽ ഒരു ഫൈൻ കണ്ടീഷനുള്ളതാണ്. ഏകദേശം ഒരു 1500 വരെ വില വരുന്നുണ്ട്. അതുപോലെ വെരി ഫൈൻ ആണെങ്കിൽ 2000, എക്സ്ട്രാ ഫൈൻ ആണെങ്കിൽ 3500, അൺസർക്കുലേറ്റഡ് ആണെങ്കിൽ ഒരു 7000 രൂപ വരെ ബോംബെ മിൻറ്റ് 1919 ഇറങ്ങിന് വില വരുന്നത്. അതുപോലെ 1919 കൽക്കത്തയിലാണെങ്കിൽ ഈ സെയിം അതേ വാല്യൂ തന്നെയാണ് വരുന്നത്. അതുപോലെ പക്ഷേ 1920 നാണയം വളരെ റെയറായിട്ടുള്ള ഒരു നാണയമാണ്. അതിൻ്റെ ഫൈൻ കണ്ടീഷൻ പോലുള്ള ഒരു നാണയത്തിന് വരെ ഏകദേശം 20,000 രൂപ. അതിൻ്റെ UNC അൺസർക്കുലേറ്റഡ് കണ്ടീഷനുള്ള നാണയമാണെങ്കിൽ 1,00,000 രൂപ വരെ വരും. അപ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും ഈ ഫൈനും വെരി ഫൈൻ, എക്സ്ട്രാ ഫൈൻ, UNC ഒക്കെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. UNC നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമായിരിക്കും. ബാക്കിയുള്ള ഫൈൻ, വെരി ഫൈൻ, എക്സ്ട്രാ ഫൈൻ ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ എക്സ്പീരിയൻസ് തന്നെ വേണം. കാരണം നമ്മൾ സ്ഥിരം ഇത്തരം നാണയങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്കേ ഉള്ളൂ ഒറ്റയടിക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഏത് കണ്ടീഷനിൽ ഉൾപ്പെടുത്താമെന്നൊക്കെ പറയും. അത് നമ്മൾ അതിൻ്റെ ഒരു ഏകദേശ കണ്ടീഷൻ, അതായത് അതിൻ്റെ മാർക്കുകളും കാര്യങ്ങളൊക്കെ തെളിഞ്ഞിട്ടുണ്ടോ, അതിൻ്റെ ഡാമേജുകളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തുന്നത്. അത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഈ ഒരു നാണയങ്ങളും ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഈ ഒരു നാണയം കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താമെന്ന്. പല മാനദണ്ഡങ്ങളും ഉണ്ട് കേട്ടോ. അതിനകത്ത് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉൾക്കൊള്ളിക്കുന്നില്ല. നിങ്ങൾക്ക് അത്യാവശ്യം ഈ ഒരു നാണയമായിട്ട് അറിയേണ്ട ഒത്തിരി പേര് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു നാണയം. കാരണം 8 അണയ്ക്ക് എത്ര രൂപയാണെന്നുള്ളത് ഏകദേശം 1,00,000 രൂപ. അതായത് UNC കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ള കണ്ടീഷനിലൂടെ അതായത് ഏകദേശം ഒരു 40,000 തൊട്ടുള്ള നോക്കിയാൽ മതി. 1920 40,000 നോക്കിയാൽ ബാക്കി UNC ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നാണയമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുന്നുണ്ട് തീർച്ചയായിട്ടും താഴെ കമൻറ്റ്. ഇതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യൻ നാണയങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ നാണയങ്ങൾ, കറൻസികൾ, ബാങ്ക് നോട്ടുകൾ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് വേണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരും. ബൈ.